Dear students, today I want to revise the topic optical instruments. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നോക്കുമ്പോൾ we can wait minimum one question from this optical instruments. അപ്പോൾ അതിനുള്ളിൽ we have to focus our human eye, especially its defects, then simple microscope, compound microscope, and astronomical telescopes. ഈ ഇൻസ്ട്രുമെൻസുകളുടെ ആങ്കുലർ മാഗ്നിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സ്. See our human eye, we can just go through the important concepts with its structure and see the case at first. The very important concept is cornea, iris, and keep in mind a lens. So it is made up with the cells, got the refractive index of 1.437. The retina, the screen actually, the inverted images are formed on it, but it's real, and that information is given to the brain through optical nerve, and then brain will sense and give the erect image. നമ്മൾ കാണുന്നതിൻ്റെ എറക്റ്റ് ഇമേജ് നമ്മുടെ ബ്രെയിൻ നമുക്ക് മൂന്ന് ടേമുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. ദ റേഞ്ച് ഓഫ് വിഷൻ, ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആൻഡ് ദ റിസോൾവിംഗ് ലിമിറ്റ് ഓഫ് ഹ്യൂമൻ ഐ. Range of vision for a healthy eye, the near point, the far point, I said, and keep in mind we can good clear pictures are available to our retina from 25 centimeter. That is what is called the least distance of distinct vision. So that is what is called the near point. To infinity, that is the far point. So that is the range of vision for a human eye. The persistence of vision. So there should be if the gap is less than 1.1 by 10 of seconds, so we can't sense it. So keep in mind the persistence of vision as 1 by 10th of the seconds. The resolving limit, that is a very important concept. So in order to see two objects separately, there should be an angular separation of 1 minute. So that is a very important concept. We have to discuss four important defects with eye. The first one, അപ്പോൾ നമ്മുടെ ഡിഫക്ട്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള റീസൺ എന്താണ്, അതിൻ്റെ റെമഡി എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ്, ഈ മൂന്ന് കാര്യങ്ങൾ ദയവിത് ശ്രദ്ധിക്കുക. സോ മയോപ്പിയ ഓർ ദ ഷോർട്ട് സൈറ്റഡ്സ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ദ നിയർ പോയിന്റ് ഈസ് കംഫേർട്ട് ആൻഡ് ദ പ്രോബ്ലം വിത്ത് ദ ഫാർ പോയിന്റ്. സോ ഒരു നിശ്ചിത അകലത്തിനപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു മയോപ്പിക് പേഴ്സൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ്. സോ ദ പ്രോബ്ലം ഈസ് ദിസ് വൺ. സോ ഇപ്പോൾ സപ്പോസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് സി ദ കോൺസെൻട്രേറ്റഡ് ബിഫോർ ദ റെറ്റിന. സോ ദാറ്റ് മേ ബി ദ റീസൺ ബിഹൈൻഡ്. അതിന് പല റീസൺസ് പറയാറുണ്ട്. ദാറ്റ് ലെങ്തനിങ് ഓഫ് ദ ഐബോൾ, നമ്മുടെ സിലിയറി മസിൽസിനുണ്ടാകുന്ന പ്രോബ്ലംസ്, ഓൾഡ് ഏജ് ഒക്കെ ഇതിൻ്റെ റീസൺ ആയിട്ട് വരാം. ഇതാണ് ഡിഫക്റ്റഡ് ആയി. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും, ടു ദ കറക്റ്റ് പൊസിഷനിലേക്ക് എങ്ങനെ ഇമേജിനെ എത്തിക്കും? സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് എ കോൺകേവ് ലെൻസ് ഈസ് പ്ലേസ്ഡ്, ആൻഡ് ദാറ്റ് ദ ഡ്യൂട്ടി ഓഫ് ദ കോൺകേവ് ലെൻസ് ഈസ് that person is so much comfort about up to this far point. So the purpose of this lens is to give the image of all the object beyond the far point at the far point. അപ്പോൾ ഫാർ പോയിന്റിന് അപ്പുറത്തുള്ള ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെയും ഫാർ പോയിന്റിൽ എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് നമ്മുടെ ലെൻസിനുള്ളത്. ഫാർ പോയിന്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ക്യാൻ ക്ലിയർ ഗുഡായിട്ട് കാണാൻ പറ്റും അറ്റ് റെറ്റിനായി. സോ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ഓർത്തിരിക്കണമേ. അതിന് ഉപയോഗിക്കുക ഫോക്കൽ ലെൻസാണ് ഓർക്കുക, കോൺകേവ് ലെൻസ്. സോ ഹെൻസ് ദ നെഗറ്റീവ് സൈൻ ആൻഡ് അത് ഫാർ പോയിന്റിന് തുല്യമായ ഫോക്കൽ ലെങ്ത് വേണം ഉപയോഗിക്കേണ്ടതെന്ന് ഓർക്കുക. ഒരു മാത്തമാറ്റിക്കൽ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ can see up to a distance x, then wants to see the distance to y, then the needed focal length we can write is equal to xi
by x minus y, and the power, the reciprocal, x minus y by xy. So keep in mind, the myopic person, we can give the remedy by using a concave lens. So that is a very important concept. See, hypermetropia, the second defect ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സോ ഇത് ലോങ് സൈറ്റഡ് എന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയോടെ അകലെയുള്ളത് കാണാൻ പറ്റും. സോ ദ പ്രോബ്ലം വിത്ത് ഈസ് നത്തിങ് ബട്ട് ദ നിയർ പോയിന്റ്. ഇതാണ് ഡിഫക്റ്റഡ് ആയിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് റെറ്റിനയ്ക്ക് പുറകിലെത്തുന്നു എന്നുള്ളതാണ്. സോ ഷോർട്ടനിങ് ഓഫ് ദ ഐബോൾ, ദാറ്റ് മേ ബി ദ റീസൺ, മേ ബി ബിക്കോസ് ഓഫ് സം ആക്സിഡൻസ് എക്സെട്ര. നമ്മുടെ സിലിയറി മസിൽസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ, ഫോർ ദ സെലൻസ്, ഇതൊക്കെ അതിന് റീസൺ ആകാം. ഇതിനൊരു റെമഡി ആയിട്ട് നമ്മൾ കരുതുന്നത് എ കോൺവെക്സ് ലെൻസ് ഈസ് പ്ലേസ്ഡ് നിയർ ബൈ ഇറ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സി, if a person cannot see before the distance small d, but wants to see the object placed at a capital D, then what is the focal length needed? അപ്പോൾ ഇതും വളരെ മനോഹരമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കട്ടെ. സ്മോൾ ഡി ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി മൈനസ് ക്യാപിറ്റൽ ഡി, ആൻഡ് ദ പവർ കറസ്പോണ്ടിംഗ്ലി ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ആസ് എ സ്മോൾ ഡി മൈനസ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ക്യാപിറ്റൽ ഡി. അനദർ രണ്ട് ഡിഫക്ട്സുകളെന്ന് ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഡിഫക്ട്സും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പ്രസ് ബയോപ്പിയ, ദാറ്റ് മേ ബി ഡ്യൂ ടു ദ ഓൾഡ് ഏജ്, മേ ബി ഗീവ് ദ റെമഡി ബൈ യൂസിങ് എ ബൈഫോക്കൽ ലെൻസ്. ആസ്റ്റിഗ്മാറ്റിസം, അപ്പോൾ നമ്മുടെ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, സപ്പോസ് നമ്മളൊരു ക്രോസ് വ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വെർട്ടിക്കലി ക്ലിയർ ആകും, ഹൊറിസോണ്ടലി ക്ലിയർ ആകാതിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്ട്സിനെയാണ് ആസ്റ്റിഗ്മാറ്റിസം എന്ന് നമ്മൾ പറയുക. അതിന് നമ്മൾ റെമഡി ആയിട്ട് കൊടുക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഇൻസ്ട്രുമെൻസുകളിലേക്ക് കിടക്കുകയാണ്. സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് ടെലസ്കോപ്സ്. ഈ മൂന്നിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കൺസെപ്റ്റ്, ഇറ്റ്സ് ആങ്കുലാർ മാഗ്നിഫിക്കേഷൻ. വൈ ഇറ്റ് ഈസ് കോൾഡ് ആങ്കുലാർ മാഗ്നിഫിക്കേഷൻ? സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ two angles. Look here, it is theta by theta 0. So the macular magnification, it is based on angle, and hence the name theta by theta 0. And theta is nothing but the angle made with respect to the instrument under consideration. And theta 0 is the angle made by our naked eye. So that is a very important concept. So here, simple microscope, already you know, it is a magnifying glass, a reading ഗ്ലാസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെർച്വൽ ആയിട്ടുള്ള എറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടണമെന്നതുകൊണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ എവിടെ ഓബ്ജക്റ്റ് വെക്കുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ കീപ് ഇൻ മൈൻഡ്, ഇൻ ദ സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ദ virtual erect enlarged image, so we have to place the object in between the focus and the optic center. So we get on the same side the virtual erect image. So at first we can find the value for theta as from this relation as h by u, and theta 0, the naked eye നമ്മുടെ ഐ മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഓബ്ജെക്ട്. സോ h division by capital D, where we have to place the object at the least distance of distant vision. So we get the very important in general relation as a d by u. But we have to wait for two cases. One, at infinity, if the image is at infinity, so there you take the value of the focal length, and hence we get the value as d by f. And at least distance, suppose the image is at least distance of distant vision, then you get the value as 1 plus d by f. ഈ രണ്ട് റിലേഷനും നോക്കുമ്പോൾ ഓർക്കണേ, സാധാരണയായിട്ട് റീഡിംഗ് ലെൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മാഗ്നിഫൈയിങ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി obtained in a magnified picture, and hence we are using at least distance of distinct vision. So keep in mind with the formula 1 plus d by f. With one more concept, if a lens is kept at a distance small f from eye, then you have to replace that capital D by d minus a. So that is a simple microscope. And here we need to discuss the compound microscope and astronomical telescope. Two convex lenses are normally under usage. But keep in mind, in a compound microscope, the focal length of the objective is less compared to the eye lens. But
for astronomical telescope, the focal length of the objective is greater compared to the islands. ഓർക്കണം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമായി കമ്പാരിസൺ വരുമ്പോൾ ഇപ്പോൾ ഐലൻസ് അതിൻ്റെത് സേ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ അതൊരു 3 or 5 സെൻറ്റിമീറ്റർ ഉള്ളതായിരിക്കും ഒബ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ആ കാര്യം ഓർമ്മയിരിക്കട്ടെ. See, in the normal cases, we have to place the object in between the focus and the double of that lens, objective lens, but maybe close to the focus. And it will give an enlarged real image on the other side. But that image becomes the object for our islands, and it will give, by using the principle of simple microscope, a virtual erect image with respect to this intermediate image, but inverted image with respect to object is formed. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ IM എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഇമേജ്, ആ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദ ഓബ്ജക്റ്റ് ഇറ്റ് ഈസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് എൻലാർജ്ഡ് വൺ. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ഇന്റർമീഡിയറ്റ് ഇമേജ് അവർ ഫൈനൽ ഇമേജ് ഈസ് എറക്റ്റ് ആൻഡ് വെർച്വൽ ആൻഡ് എൻലാർജ്ഡ് വൺ. സോ കീപ് ഇൻ മൈൻഡ്. നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എളുപ്പം തന്നെ നമ്മൾ മാഗ്നിഫൈങ് പവർ കണ്ടുപിടിക്കാം. ദ മാഗ്നിഫൈങ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇൻറ്റു for the islands. Objective is a simple lens, so minus V0 by U0. But the second one, islands, is a simple microscope, so D by UE. And there is a new term, the length of the compound microscope, length of the tube, length of the tube. So that is nothing but equal to V0 plus UE. But we have to face two situations. What is the magnifying power at least a distance of distinct vision? So we have to replace that D by UE by 1 plus D by FE, and the length become as a very important concept. So you have to replace that UE by, it is a wrong concept here, so you get the concept as 1 by U, that should be equal to 1 by D plus 1 by FE. So that is a concept. So you have to substitute for that U as equal to DFE by D plus FE. So that is a concept you have to write here. It is something wrong. So that is a very important concept. And keep in mind at infinity, so that is nothing but V0 plus FE, and the magnifying power at infinity minus V0 by UE into D by FE. So you must quote the changes here. So you should be replaced that FE by DFE by D plus FE. That is a very good concept. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില അസംഷൻസ് നമ്മൾ ചില പ്രോബ്ലംസിൽ എടുക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്പയർഡ് ടു V0, UE അളവ് ഈ ഫിഗറിൽ അല്പ വ്യത്യാസം ഉണ്ടെങ്കിലും വളരെ ചെറുതായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ we can avoid that value. That means V0 we can replace with the length of the tube. അടുത്ത് നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ഈസ് വെരി ക്ലോസ് ടു ദ ഒബ്ജക്റ്റീവ്, ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് U0 ദാറ്റ് ഈസ് കമ്പയറബിൾ വിത്ത് F0. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നിഫൈങ് പവറിനുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അറ്റ് ഇൻഫിനിറ്റ് സിറ്റുവേഷൻ വി ക്യാൻ റൈറ്റ് എസ് മൈനസ് L by F0 ഇൻറ്റു D by FE. അത് സാധാരണ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ദ നെക്സ്റ്റ് വൺ, ദ അസ്ട്രോണമിക്കൽ റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ പറയുന്നത് സണ്ണിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൂണിനെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇറ്റ് വിൽ ഗീവ് ദ ഇമേജ് ഓഫ് ദ ഫോക്കസ് ഓർ V0 എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റീവ് ലൈൻസ്. ബട്ട് ഇറ്റ് വിൽ ബിക്കം ദ ഒബ്ജക്റ്റ് ഫോർ ഐലൻഡ്സ്, ആൻഡ് ഇറ്റ് വിൽ ഗീവ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വിത്ത് റെസ്പെക്ട് ടു ദ ഇന്റർമീഡിയറ്റ് ഇമേജ് എറക്റ്റ് ആൻഡ് ലാർജ്ഡ് ഇമേജ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. And keep in mind the aperture of object should be greater in order to get larger intensity to the image. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. See the relevant relations, you have to check. See the case, the magnifying power at infinity, we can say that minus F0 by FE, and the length of the tube as F0 plus FE, and the magnifying power at least distance of distinct vision, and the length at as F0 plus DFE by FE plus D. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്.
ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ദിസ് വൺ. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്, അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിലെ നമ്മൾക്ക് എറക്റ്റ് ഇമേജ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർഗം, അഡീഷണൽ ആയിട്ടൊരു എറക്റ്റിംഗ് ലെൻസ് എന്ന് പറയുന്ന ലെൻസ് കൊടുക്കും. നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആണെന്ന് നമുക്കറിയാം. ബട്ട് ദാറ്റ് ഷുഡ് ബി ദ location of a double f of this erecting lens, then it will give a erect real image here, but that is in between the focus and the optic center of our eye lens, and it will give an erect enlarged virtual image. So that is the concept of terrestrial telescope, but the situation is entirely different here, so keep in mind. So that minus sign is നമുക്ക് ഇവിടെ നഷ്ടപ്പെടും. It becomes a positive because of the erect one. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ലെങ്ത് ഓഫ് ദ ട്യൂബും മാഗ്നിഫൈയിങ് കൺസെപ്റ്റുമാണ്. മാഗ്നിഫൈയിങ് F0/FE ആയിട്ട് മാറും, നെഗറ്റീവ് സൈൻ മാറും. ലെങ്തിന് ഒരു അഡീഷണൽ ആയിട്ട് 4F എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ വരും എന്നുള്ള കാര്യം ഓർക്കുക. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ദ റിസോൾവിംഗ് ലിമിറ്റ് ആൻഡ് റിസോൾവിംഗ് പവർ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് that resolving limit is expressed in terms of distance. But telescope നമ്മൾ വളരെ അധികം ഡിസ്റ്റൻസിലുള്ള ഇമേജസ് കാണുന്നത് കൊണ്ട് that resolving limit is expressed in terms of angle. So for the compound microscope, if there is a ഇവിടുത്തെ ഒബ്ജക്റ്റീവും നമ്മുടെ സെൻറ്ററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇടയ്ക്കുള്ള മീഡിയം മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടെന്നിരിക്കട്ടെ, അത് മേക്കുന്ന ഹാഫ് ആംഗിൾ കോൺ എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ, the resolving limit എന്ന് വെച്ചാൽ the minimum separation between the two objects in order to see them clearly and distinctly. So we can say that resolving limit to take the value as 1.22 lambda by 2 mu sin theta. The reciprocal of the resolving limit, that is called the resolving power, that is 2 mu sin theta by 1.22 lambda. There are 2 mu sin theta, that is called the aperture of the compound microscope, especially the aperture of the objective lens. That is a very important concept. For telescope, that is resolving limit become 1.22 lambda by a, and for the resolving power it becomes its reciprocal as a by 1.22 lambda. So we can go with some problematic situations. Good questions are waiting. If a focal length of the objective and eye lens are 10 centimeter and 10 millimeter respectively, and tube length is 11 centimeter, then what is the angular magnification of the telescope? So simply we know the magnification is F0/FE in modulus, and that is a 10/1, so that is equal to 10. A microscope is having F0 1 centimeter, FE as a 6 centimeter, and L is equal to 30 centimeter, and its image is formed at capital D, least distance of distinct vision, then what is the magnification produced by the microscope? So already we can change the value of V0/L and U0/F0, then you can just substitute and we get the value roughly 155. So we can just give the answer as a 2. The least distance of distinct vision is 25 centimeter. The focal length of a convex lens is 5 centimeter. Then it can act as a simple microscope of magnifying power. So വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. So that is equal to 1 plus by P. So that is equal to 1 plus 25/5, 6. ഓർക്കണം, why it is we take 1 here. It is used as a reading അല്ലെങ്കിൽ magnifying glass ആയിട്ട്. So magnifying power should be larger. That will happen only at least distance of distinct vision. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. So we can move it again. A telescope using light having the wavelength of 5000 Armstrong and uses lenses of focal length 2.5 centimeter and 30 centimeter. If the diameter of the aperture of the objective is 10 centimeter, then the resolving limit of the telescope, we know it is 1.22 lambda by a. So just a substitution, you get the value. A good question is waiting again. A person who can see focal length of things most clearly at a distance of 10 centimeter requires the spectacles to enable to see things at a distance of 30 centimeter.
what should be the focal length of the spectacles? So simply, you know the concept as f is equal to small d capital D by small d minus capital D. So minus 10 into minus 30 by minus 10 minus minus 30. You get the answer. So keep in mind the concave one. The students, and this ray optics is very, very important concept. A minimum height forecastings from this area for the NEET exam and also for our key entrance exams. We can wait minimum 2 questions for our G. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ മാക്സിമം ഒബ്ജക്റ്റീവ്സ് ചെയ്യുവാനുള്ള ശ്രമം നടത്തുക. റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ യുവർ scoring good ranks. So take care. God bless you. Thank you.